ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത കവായി ജേണൽ സപ്ലൈസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഗ്രിഡ് ലൈൻസ് ആണ് കൊടുക്കുന്നത്, ഡയഗണൽ ആയിട്ടുള്ള. പിന്നെ ഇതിലുള്ള എല്ലാതും ഞാൻ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് വെച്ചിട്ടാണ്. അതായത് എൻ്റെ അടുത്ത് ഡോംസിൻ്റെ ബ്രഷ് പെൻ ഉണ്ട്, പക്ഷെ അതൊന്നും ഇങ്ങനത്തെ കളേഴ്സ് അല്ല, പേസ്റ്റൽ കളേഴ്സ് അല്ല, അതൊക്കെ ഡാർക്ക് കളേഴ്സാണ്. അപ്പോൾ എനിക്കതായിട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം പെയിൻറ്റിങ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് പേസ്റ്റൽ കളേഴ്സ് ഉള്ള കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരെയും റിക്വസ്റ്റ് ചെയ്തല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത്. അപ്പോൾ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടുള്ളതും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ജേണലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ചാൽ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ, അപ്പം അങ്ങോട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാറ്റേൺ പേപ്പർ. അപ്പോൾ ഒരു യെല്ലോ കളറിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് കുറേ സ്ട്രോബെറീസും കുറേ വൈറ്റ് ഡോട്ട്സും ഉണ്ട് കേട്ടോ. ഇനി മൂന്നാമത് ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലൂവിലാണ്. അപ്പോൾ ബ്ലൂവിൽ കുറേ വൈറ്റ് ഫ്ലവേഴ്സാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഐഡിയ ഒക്കെ കിട്ടിയ എനിക്ക് പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് അതേപടി കോപ്പി അടിച്ചിട്ട് ഇങ്ങോട്ട് പകർത്തിയെന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഐറ്റം വാഷി ടേപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ഒരു യെല്ലോ കളറിലാണ് ചെയ്തിട്ടുള്ളത്. യെല്ലോ കളറിൽ കുറച്ച് ക്ലൗഡ്സ് ഒക്കെ വരുന്ന രീതിയിൽ. ഇനി ഞാൻ രണ്ടാമത് ചെയ്യുന്നത് ഈ ഒരു പിങ്ക് കളറിലാണ്. അപ്പോൾ പിങ്കുമേ കുറേ സ്ട്രോബെറീസ് ആണ്, പിന്നെ കുറച്ച് ഹാർട്ട്സും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാം ചെയ്തു വന്നപ്പോൾ എല്ലാത്തിലും ഒരു സ്ട്രോബെറിൻ്റെ തീമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആയിപ്പോയതാണ്. അവസാനം ഞാൻ ജേണൽ ചെയ്യുന്നതും ആ ഒരു സ്ട്രോബെറി തീമിൽ തന്നെയാണ്, പിങ്ക് ജേണലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ഗ്രിഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി കളർ ആക്കിയിട്ടുണ്ട്. അതായത് ഓറഞ്ചും പർപ്പിളും വെച്ചിട്ട് നോർമലി ഉള്ള ഗ്രിഡ് ലൈൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 3 വാഷി ടൈപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതെങ്ങനെ റോൾ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിന്മേൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ആ വാഷി ടൈപ്പിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിന്മേൽ. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി വേറൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചെടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്റ്റാമ്പുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ വളഞ്ഞിട്ടുള്ള ഒരു കള്ളികളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. 3 എണ്ണം ഉണ്ടോ ചെയ്യണത് ഞാൻ. അപ്പോൾ ഫസ്റ്റ് ഒരു പർപ്പിൾ കളറും പിന്നെ ഒരു യെല്ലോയും ഒരു പിങ്കും ആണ്. അപ്പോൾ 3 ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കാണ്ട്. അപ്പോൾ ഫസ്റ്റത്തേൽ ടുലിപ്പാണ്, പിന്നെ യെല്ലോയിൽ വരുന്നത് ഒരു ഡക്കാണ്, മൂന്നാമത് സ്ട്രോബെറിനെ. അപ്പോൾ അങ്ങനെയാണ് 3 സ്റ്റാമ്പുകൾ ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ലേബൽസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തത് നമ്മൾ സ്ഥിരം സ്ട്രോബെറി തന്നെയാണ്. രണ്ടാമത്തെ ഞാനൊരു പീച്ച് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു ക്ലൗഡാണ്, അത് ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 3 ലേബൽസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടാവും കേട്ടോ തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ സ്പീഡിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരത്തെ കഷ്ടപ്പാടാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കവായി ജേണൽ സപ്ലൈസ് ഇതൊക്കെ തന്നെ ആണോ ഇന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലേബൽസ്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കാം. അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ ഞാൻ എടുത്തിട്ടുള്ള പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ കവായി സ്റ്റിക്കേഴ്സ് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ആയിരുന്നു കിട്ടും കേട്ടോ. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് ഒരു പേപ്പർ വെച്ച് അതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാതും കൂടെ ഒന്ന് ബ്ലാക്ക് പെൻ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാതും ഒന്ന് പെയിൻറ്റും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പുറത്തേക്കാക്കി കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതിന്മേൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വാൾപേപ്പറൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള പേപ്പറായിരുന്നു. അപ്പോൾ അതിമ വെച്ചിട്ട് ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പുറത്തേക്കാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ സപ്ലൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നിട്ട് കാണാം. അപ്പോൾ ഇത് പാറ്റേൺ പേപ്പേഴ്സ് ഇതൊക്കെയാണ്. 3 വാഷി ടൈപ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 സ്റ്റാമ്പുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 ലേബൽസ് ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ജേണലിന് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ വെച്ച് ജേണൽ ചെയ്യാൻ എൻ്റെ കയ്യിലൊരു ബുക്കില്ല. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ബുക്കാണ്. എൻ്റെ പഴയ ബുക്കിൻ്റെ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹാഫാക്കി മടക്കിയിട്ട് ഈ ഒരു മേലെ കാണുന്ന ഭാഗമല്ലേ അതൊന്ന് കട്ട് ചെയ്ത് നല്ല വൃത്തിയിലാക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട്
ഇതേപോലെ ഗ്ലൂ തേച്ചിട്ട് അതൊന്ന് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്ലിപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഡ്രൈ ആയി കിട്ടോളം. ഇനി ഈ ബുക്കിനൊരു കവറിങ് വേണ്ടേ, അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ഷോപ്പിലൊക്കെ കവർ ഉണ്ടാക്കൂലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ കവറിൽ നിന്ന് എടുക്കുന്നത്. കാർഡ്ബോർഡൊന്നും യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് കാർഡ്ബോർഡായിട്ട് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഒരുപാട് കട്ടി ഉണ്ടാവും, അതുകൊണ്ടാണ് കാർഡ്ബോർഡ് യൂസ് ചെയ്യാത്തത്. നിങ്ങളെടുത്താത്തുള്ളെങ്കിൽ അതെടുത്താൽ മതിട്ടാ. ഇനി നേരത്തെ ഡ്രൈ ആക്കാൻ വെച്ച ഈ പേപ്പറിൻ്റെ ക്ലിപ്പുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേറൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഗ്ലൂ ഒക്കെ തേച്ചിട്ട് അതിമൂലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇനി ആ കവറിങ് ഒട്ടിക്കണം. അപ്പോൾ അത് ഈ ഫ്രണ്ടത്തെ പേജിലും ബാക്കിലും ഗ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കവറ്. അപ്പോൾ സെൻറ്ററിൽ ഞാൻ ഗ്ലൂ തേച്ചിട്ട് കേട്ടോ, അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറിക്കാൻ കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒട്ടിക്കാഞ്ഞത്. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ ഈ ബുക്കിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പിങ്കിലാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ വൈറ്റ് ഒന്ന് മൊത്തത്തിൽ അടിച്ചെടുത്തിട്ട് ഈ ഒരു പേസ്റ്റൽ പിങ്ക് അടിച്ച്, എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രിഡ് ലൈൻസും കുറച്ച് സ്റ്റിക്കേഴ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബുക്കും സപ്ലൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ജേർണലിംഗ് ആയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു വാഷി ടൈപ്സ് ഒട്ടിക്കാം. പിന്നെ താഴെയായിട്ടൊരു ലേബൽ ഒട്ടിക്കുന്നുണ്ട് ഞാൻ. പിന്നെ കുറച്ച് മേളിലായിട്ട് ഒരു സ്റ്റാമ്പും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയെടുക്കാം. പിന്നെ ഒരുപാട് എഴുതിയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ചെറിയൊരു റൈറ്റിങ്സേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേർണൽ. ഇനി നിങ്ങൾ പറയണം കമൻറ്റിൽ ഇത് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ. നിങ്ങൾ ഉദ്ദേശിച്ച പോലൊക്കെ അയക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയാണോ അല്ലേന്നൊക്കെ നിങ്ങൾ എല്ലാം കമൻറ്റിൽ പറയുക ഇനി വേണമെന്നൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ.